ഗുഡ് മോർണിംഗ് ഓൾ. ഹലോ, രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത് മാത്രമല്ല, തുടർച്ചയായ 4 ദിവസം പോസിറ്റീവായ രീതിയിൽ നിലകൊണ്ടു. സെൻസെക്സ് എല്ലാം തന്നെ 500 പോയിന്റിന്റെ മുകളിൽ പോയി. ഏറെ നാളുകളായിട്ട് റാലി രേഖപ്പെടുത്താതിരുന്ന HDFC ബാങ്ക് ഇന്നലെ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. റിലയൻസും മറ്റുള്ള ഓട്ടോ സെക്ടറും ഈ നിഫ്റ്റിയുടെ റാലിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗ്ലോബലി നോക്കുമ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എസ്പെഷ്യലി HDFC പോസിറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് 4145, സിൽവർ 61, ബിറ്റ്കോയിൻ 63,000, ബ്രന്റ് ഓയിൽ 72. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവാണ്. എന്നാൽ ഏറ്റവും താഴെ ട്രേഡ് ക്ലോസ് ആയിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ അടച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഏറ്റവും മിഡിലായിട്ട് കാണാൻ HDFC ബാങ്ക് 6% റാലി രേഖപ്പെടുത്തിയിരുന്നു. അതായത് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വലിയ നെഗറ്റിവിറ്റി ഇല്ല, വലിയ പോസിറ്റിവിറ്റി ഇല്ലാത്ത അവസ്ഥ. ഇറാനിൽ അവിടുത്തെ സുപ്രീം ലീഡറിൻ്റെ മറ്റുള്ള സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടന്നു. ആളുകൾ കുറച്ച് സെൻസിറ്റീവായിട്ട് തിരിച്ചടിക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. ഇസ്രായേലും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം സമാധാന ചർച്ചകൾ ആയിരിക്കില്ല, ചർച്ചകളായിരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഇത് എസ്കലേറ്റ് ചെയ്യാതെ പല വ്യത്യസ്ത സെല്ലുകളും ഓരോ വിഭാഗം ചർച്ച ചെയ്യാനായിട്ട് വ്യത്യസ്ത സെല്ലുകളുണ്ട്. അതാണ് ഇനിയിപ്പോൾ വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്യാതെ പോകുന്നത്. എനിവേ, യുദ്ധമൊക്കെ തീരുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് വിപണിയുള്ളത്. കൂടാതെ നമുക്ക് ഇനിയിപ്പോൾ Q1 റിസൾട്ടുകൾ വരാണ്. പല കമ്പനികളും അവരുടെ ബിസിനസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാന ഈവൻറ്റുകൾ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഫെഡറൽ ഓപ്പൺ കമ്പനിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ജൂലൈ 8 ബുധനാഴ്ച ഉണ്ട്. കൂടാതെ തന്നെ ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വ്യാഴാഴ്ച വരും. ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച വരും. കാനഡയുടെ എംപ്ലോയ്മെൻറ്റ് ഡേറ്റ വെള്ളിയാഴ്ച വരും. ഇതാണ് പ്രധാന ഈവൻറ്റുകളുള്ളത്. കൂടാതെ ഈ ഒരാഴ്ച ഒരുപാട് കമ്പനിയുടെ ഡിവിഡൻഡ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ റീലുകളും ഡേറ്റാസും അതെല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഇടാറ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അത് ഫോളോ ചെയ്യുക. ഒരുപാട് ഇൻഫർമേഷൻസ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിൽ ലഭ്യമാണ്. ഫസ്റ്റ് കമൻറ്റിലുണ്ട് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക്. ഇനി നേരെ സ്റ്റോക്കുകളിലെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ മോട്ടോർ ട്രെൻഡ് സ്റ്റുഡിയോ, വെസ്റ്റ് സൈഡ് തുടങ്ങിയ ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾ ഓൺ ചെയ്യുന്നതാണ് ട്രെൻഡ്. ഇവിടെ റീറ്റെയിൽ റിപ്പോർട്ട് വന്നപ്പോൾ സെയിൽസ് 19% വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സും ഇവരുടെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ തന്നെ പ്രൊഡക്ഷനും സെയിൽസും വർദ്ധിച്ചു എന്ന് അറിയിച്ചു. വരുൺ ബിവറേജ് കമ്പനി VBL ഇൻഡസ്ട്രീസ്, കെനിയയിലുള്ള VBL ഇൻഡസ്ട്രീസ് ഇവർ അക്യൂർ ചെയ്തു. ടൈറ്റാനും അവരുടെ ടോട്ടൽ സെയിൽസ് ഗ്രോത്ത് 41% വർദ്ധിച്ചതായിട്ട് അറിയിച്ചു. ജുബിലാൻഡ് ഫുഡ് വർക്ക് കമ്പനി, ഇവർ ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സാണ്. ഇവർ 14% ഇയർ ഓൺ ഇയർ കൺസോൾട്ടേഷൻ റവന്യൂ വർദ്ധിച്ചതായിട്ട് അറിയിച്ചു. ടോറൻറ്റ് ഫാർമ, ഇവരുടെ ഒരു JB കെമിക്കൽ ഫാർമയായിട്ടുള്ള അമാൽഗമേഷൻ നാഷണൽ ലോ ട്രിബ്യൂണൽ അപ്രൂവ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. എക്സാവിയർ കമ്പനി സ്മാർട്ട് റെൻ്റ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. റൈറ്റ്സ് കമ്പനി 4000 HP പവറുള്ള പുതിയ ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് സൗത്ത് ആഫ്രിക്കയിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സ്മാർട്ട് റെൻ്റ് റൈറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. ഇനി എക്സാവിയർ ടെക്നോളജി കമ്പനി, ഇവർ സ്മാർട്ട് റെൻ്റ് കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സെൻ ടെക്നോളജി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസുള്ളത്, ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തുന്നു എന്ന് അറിയിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗവൺമെൻറ് സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. ഓഫർ ഫോർ സെയിലിലൂടെ 5% സെല്ല് ചെയ്യുന്നത്. ഫ്ലോർ പ്രൈസ് 1400 നിലവിലുള്ള LTPയിൽ താഴെയാണ് ഫ്ലോർ പ്രൈസ് ഉള്ളത്. ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അത് ജോയിൻ ചെയ്യുക ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട്. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു.